ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് എഴുത്ത് കളരിയൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ഈ മക്കൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. അമ്പാടി ഹാജർ പറ. ആ എന്ത് ഇവിടെ വാ. എവിടെയാ അമ്പാടി? ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ഇവിടെ വാ. പാത്ത് നിൽക്കാണ്ട്. അമ്പാടി തീരെ കുഞ്ഞിതാ, 2 വയസ്സേ ഉള്ളൂ. ആ ഈ ഇതേ ആവുമല്ലോ. ഓ എഴുതിയിട്ട് കുഞ്ഞിപ്പക്ഷരം കണ്ടോ? ആവൂ. നോ മിനിറ്റ് വെച്ചെന്നൊരിക്കേ. ഇതേ ഇച്ചിട്ട് പോയി പിള്ളേർ കീറിപ്പോയപ്പോൾ ഞാൻ മാറിക്കൊടുത്തതാണ്. കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ തളിച്ചത്. ഈ ഓല കണ്ടോ? ഇത് ആശാൻ നിലത്ത് എഴുത്ത് കളരിയിൽ ഉപയോഗിക്കുന്ന ഓലയാണ്. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് എൻ്റെ അമ്മയുടെ ഒക്കെ പ്രായത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് നിലത്തെഴുത്ത് കളരിയിലാണ് ഇരുന്നിട്ടുള്ളതെന്ന്. അങ്ങനെ ഒരു കളരിയിലാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പോഴും അതൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ ഭയങ്കര അത്ഭുതമാണ്. അടിമാലിയിലുള്ള 200 ഏക്കറിലാണ്. ടീച്ചറാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ടീച്ചർ ഇവിടെ തിരക്കിലാണ്. പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട്. ഹായ് പറഞ്ഞേ. ഈ നാരായം വെച്ചിട്ടാണ് ഈ ഓലയിൽ എഴുതുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നാരായം കാണുന്നത്. എഴുത്താണി എന്ന് പറയും എൻ്റെ പേര്. എന്താ? എഴുത്താണി. എഴുത്താണി എന്നാ പേര്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് ഇരുമ്പാണോ? ഇരുമ്പ്. ഇത് ടീച്ചർ ഉപയോഗിക്കുന്നതാണോ? ടീച്ചറിന് മുന്നേ കിട്ടിയതാണ്? എങ്ങനെയാണ്? ഇത് എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ്. അച്ഛൻ തന്നതാണ്. അച്ഛൻ എഴുതുപോലെ തന്നെ അച്ഛൻ എഴുതുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സ്വന്തം നാട് തുടങ്ങനാടാണ്. തുടങ്ങനാട് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? തൊടുപുഴ, ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറേറ്റം. തൊടുപുഴ താലൂക്കിലെ മുട്ടം വില്ലേജിലെ തുടങ്ങനാട് കരയിലാണ് വീട്. അപ്പൊ അവിടെ മുട്ടത്തിലായിരുന്നു ഞങ്ങളുടെ കളരി. ആദ്യം അച്ഛൻ ഇതുപോലെ വീട്ടിലെ തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾ കൂടുതലായപ്പം മുട്ടത്തിന് വന്നു. അപ്പൊ അവിടെ വന്നപ്പം 100 പിള്ളേരുണ്ടായിരുന്നു ഒരു ദിവസം, ക്ലാസ് ദിവസം. അങ്ങനെ അവിടെ വന്നപ്പോൾ അങ്ങനെ അവിടെ കളരി പഠിപ്പിച്ചു. അങ്ങനെ അന്നേരം അച്ഛന് എന്നെ കല്യാണം കഴിച്ചു വിട്ടപ്പം ഇവിടെ വന്ന് 2 വർഷം തുടങ്ങിയില്ല, 1 വർഷം തുടങ്ങിയില്ല. അത് കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ തന്നെ ട്യൂഷനായിട്ട് തുടങ്ങി. അതിനുശേഷം സിറ്റിയിലെ സ്ഥാപനം ഇട്ട് തുടങ്ങി. കൊറോണ ആയപ്പം ഞങ്ങളെല്ലാവരും വീണ്ടും വീടുകളിലേക്കായി. എന്നുവെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ചെയ്തില്ല, സർക്കാരിൻ്റെ ഇതുണ്ടല്ലോ. അതുകൊണ്ട് നാരായণ തരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ട്യൂഷനായിട്ട് വീണ്ടും തുടങ്ങി. ഇവിടെ ട്യൂഷനായിട്ട് തുടങ്ങിയതാണ്. അങ്ങനെ അന്ന് കൊറോണ കാലത്ത് 4 പിള്ളേരെ വെച്ച് പഠിപ്പിക്കും. ഒരു 8 പിള്ളേരെ ഒരു ബാച്ച്, 4 വരെ പഠിപ്പിച്ച് മാറ്റിയിരുത്തി, പിന്നെ 4 വരെ പഠിപ്പിക്കും. അങ്ങനെ ഒരു 8 ബാച്ച് 3 സെക്ഷനായിട്ട് അവരെ പഠിപ്പിച്ച് മാറ്റിയിരുത്തിയിട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ ടീച്ചർ ഇവിടെ ഇരുന്നോ, പുറത്തേക്ക് പോകണ്ട, നമുക്ക് ഇവിടെ ഇരുന്ന പിള്ളേർ വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ കുട്ടികൾ വന്നത്. ഇപ്പൊ 17 അവരെയും നാരായം കൊണ്ടാണ് എഴുതിക്കുന്നത്. അവരെ നാരായം ഓലയിൽ എഴുതി കൊടുക്കും. ഓലയില് ഇതെങ്ങനെ ടീച്ചറൊക്കെ ഇതെങ്ങനെ ഓലയിൽ എഴുത്തെന്ന് പറയുന്നത്? ഈ ഓല എന്താ സംഭവം? ഈ അത് കരിമ്പന, താളിയോല, പണ്ടത്തെ താളിയോല. ഇതാണല്ലേ താളിയോല ഗ്രന്ഥം ഉണ്ടാക്കുന്നത്? മോളെ അതിങ്ങടുത്തെ ഇതാണല്ലേ താളിയോല. ഇതാണ് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുത്തുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഇതിനകത്ത് ഇപ്പം ഓരോത്തിലും ഇങ്ങനെ ഓരോ കുട്ടികളുടെയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇത് എഴുതിച്ചിട്ട് ഇത് മാഞ്ഞു പോകും? എങ്ങനെയാ സംഭവം? മാഞ്ഞു പോവില്ല. ഇത് ഒരു കെട്ടെന്ന് പറയുന്നത് കായ്ക്കായുടെ കാക്കാ കീക്കി കുക്കു അങ്ങനെ എല്ലാം കൂടെയാണ്. ഓക്കെ. അപ്പൊ ഇത് ഒരു കുട്ടിക്ക് ഇത് കൊണ്ട് 6 ഓലയാ വരുന്നത്. ഒരു കുട്ടിക്ക് 6 ഓല വരും. 6 ഓലയില് 51 അക്ഷരം, അതിന്റെ പെരുക്കങ്ങളും ചിഹ്നങ്ങൾ കൂട്ടിയുള്ള അക്ഷരങ്ങളും കൂട്ടക്ഷരവും 1, 2, 10 വരെ അത് അക്ഷരത്തിലും അക്ഷരത്തിലും പഠിപ്പിക്കും. അക്കത്തിലും പഠിപ്പിക്കും. അക്ഷരത്തിൽ എങ്ങനെയാണ്? 1, 1, 2, 2 അങ്ങനെ പഠിപ്പിക്കും. അപ്പൊ സ്കൂളിൽ ചെല്ലും പിള്ളേർക്ക് അറിയില്ലല്ലോ. അങ്ങനെ വന്നു കഴിയും പിള്ളേർക്ക് ഇത് പഠിക്കാൻ വേണ്ടി അങ്ങനെ 10 വരെ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവർക്ക് കണക്ക് പഠിത്തം എന്ന് പറഞ്ഞത്, അല്ല ചിന്തം വരെ എന്ന് പറയും, അത് നടത്തും. അപ്പൊ അവരെനിക്ക് ദക്ഷിണയൊക്കെ തന്ന് പിന്നെ പിള്ളേർ സ്കൂളിലേക്ക് പോണതാണ് പഠിത്തം. അപ്പൊ എത്ര വയസ്സുള്ള പിള്ളേരെ വരെ ഇവിടെ പഠിപ്പിക്കുന്നത്? ഇവിടെ ഇപ്പൊ എനിക്ക് 2 വയസ്സുള്ള പിള്ളേര് വരുന്നുണ്ട്. മൂത്ത പിള്ളേരുടെ കൊടുത്ത് ഇളയത്തങ്ങൾ വരും. പിന്നെ അവര് പോകൂല. അങ്ങനെ വരുമ്പോ പിന്നെ അവര് ഞാനുമായിട്ട് അങ്ങ് കൂട്ടുകൂടി കഴിയുമ്പോ അവരിയ്ക്കും. തരില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ ഇവിടെ ഇരിക്കും. അപ്പൊ ഇവര് കേട്ടുപിടുത്തം വരും. ഇപ്പൊ ഈ കൊച്ചിന് ഇത് വന്നിട്ട് ഇപ്പൊ 3 മാസമായി, 2.5 വയസ്സായി. ഇപ്പൊ 2.5 വയസ്സ് കഴിഞ്ഞുള്ളൂ. പക്ഷെ അക്ഷരം മൊത്തം ചെല്ലും. എഴുതാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ. ചവിട്ടല്ലേ കുഞ്ഞെ, അക്ഷരം ഒന്ന് പറഞ്ഞേ. പേരെങ്ങനെയാ? ഇഷാൻ. ഇഷാൻ, അക്ഷരങ്ങൾ ഒന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ചെല്ലിക്ക് ആയ നീരിക്ക്. ചെല്ല്. പറഞ്ഞു. പറ. അടുത്ത ചെല്ലിക്ക് പറഞ്ഞേ. ഇലു. ടീച്ചർ പഠിപ്പിച്ചതിനകത്ത് ഇലു എന്ന് പറഞ്ഞൊരു അക്ഷരമുണ്ട്. ഇതാണ് അക്ഷരം. ഞങ്ങൾ പഠിച്ചപ്പോൾ ടീച്ചർ അങ്ങനെ ഒരു അക്ഷരമില്ല.
ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ സ്ലേറ്റിൽ എഴുതുന്നത്. ഇതാണ് ഇലു. ഇതെന്ത്? ഇത് നമ്മൾ നമ്മുടെ മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ ഇരു കൂട്ടി ശ്ലോകങ്ങളുണ്ട്. പണ്ടത്തെ അക്ഷരമാണിത്. പണ്ട് 53 അക്ഷരം എന്നാണ്. എറു ഇറു ഇലു ഇലു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 2 അക്ഷരം കുറച്ചിട്ട് ഇപ്പൊ 51 അക്ഷരമാണ് പിള്ളേർ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ളൊരു അക്ഷരമാണ് ഇത്. ഇത് കളരികളിൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. കളരികൾ മാത്രമേ, സ്കൂളുകളിലൊന്നും ഇല്ല. ഇപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ ഈ ഇതിൽ ഒരു കുട്ടിക്ക് 6 എണ്ണമാണെന്ന്. ഈ ഇല എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഈ താളികൾ എവിടെ? ഓല ഇതിപ്പോ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾ 3 ചേട്ടത്തിരിഞ്ചിമാരാ എന്റെ അച്ഛന്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി ഒന്നിച്ചു പോകും ഓലയ്ക്ക്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ കൊണ്ടുവന്ന് നീലൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ പൂഞ്ഞാറ്. ഇതെന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കെട്ടുവോ? ഇത് വലുതാണ്. നമ്മളെ പെര പണിയുന്ന ഓലയില്ല, കൊടപ്പന, അതുമാതിരിയാണ് നിൽക്കുന്നത്. ഭയങ്കര പൊക്കമാണ്. അപ്പൊ ആ ഓല ഒരു മട നമ്മൾ വെട്ടി താഴെ ചടിക്കുന്ന വെട്ടുകാരന് നമ്മൾ പൈസ കൊടുക്കണം. അവർ പറഞ്ഞ പൈസ കൊടുക്കണം. പറമ്പിന്റെ ഉടമസ്ഥന് കാശ് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഓരോ ഓലയ്ക്ക് ഞങ്ങൾക്ക് എങ്ങനെ പോലെ ഒരു 150 രൂപ വില വരും. ഇതുപോലത്തെ ഓരോ ഓല അത്ര അടുത്ത് ഞങ്ങൾക്ക് നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇതായിട്ട് നമുക്ക് പൈസ വരും. അമ്പാടിക്കുട്ടാ ഇവിടെ വാ ഇവിടെ വാ. അങ്ങനെ ഓലയ്ക്ക് ഞങ്ങൾ പോകും. അപ്പൊ ഓലയ്ക്ക് പോകുമ്പോൾ കുറച്ചോല ഞാൻ കൊണ്ടുവരും. കുറച്ചോല അവിടെ ചേച്ചി അനീത്തി ഉണ്ട്. അവര് തറവാട്ടിലാണ് അനീത്തി. ചേച്ചി അവിടെ അടുത്ത് വള്ളിപ്പാറ എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് പോയി ഒന്നിച്ച് ഓല കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പിന്നെ അത് വെയിലത്തിടും. അവിടെ തന്നെ മരത്തിന് വെട്ടിയിട്ട് കഴിയുമ്പോൾ അത് തണ്ടേന്ന് പിടിപ്പിച്ചിട്ട് വെയിലത്തിടും. പയ്യൊന്ന് വാടി കഴിയുമ്പോൾ തണലത്ത് വെക്കും. തണലത്ത് വെച്ച് അപ്പൊ ഇതിന് പച്ചപ്പ് മാറി ഒരു ലൈറ്റ് മഞ്ഞ കളർ പോലെ ഇങ്ങ് വരും, പച്ച കളർ പോലെ. അന്നേരം നമ്മൾ തണലത്തിടും. പിന്നെ ആ ഓല തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ അതിന്റെ മൂടിങ്ങനെ വെട്ടും. ഒന്നിച്ചിങ്ങനെ പിടിച്ച വെട്ടി കഴിഞ്ഞാൽ അത് പിന്നെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ. അപ്പൊ ഇതിങ്ങനെ വിടർന്നിരിക്കുന്ന ഓലയാണ്. ഈ ഓലയുടെ തുമ്പ് ഇങ്ങനെ ഇരിക്കുക ഇതുപോലെ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഈ ഓല എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഒതുക്കും കൈകൊണ്ട്. ഓരോന്നും പിടിച്ചിങ്ങനെ ഒതുക്കി ഇങ്ങനെ ഒരു 10ഉം 15 ആകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കും. ഇതിപ്പോ ചവിട്ടത്തില്ല കേട്ടോ, എഴുതിയതുകൊണ്ട് ചവിട്ടില്ല. അല്ല ഞങ്ങൾ ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചാൽ അപ്പൊ അതിങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇത്ര കെട്ടാകുമ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ട് ഒരു 4-5 കെട്ട് ഇതുപോലെ ഇടും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഇത് പൊങ്ങിപ്പോരില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിന് അല്ലെ വണ്ടി വിളിച്ച് പോകുവാണെങ്കിൽ അങ്ങനെ ബസ്സിന്, ഞാൻ മിക്കവാറും ബസ്സിനാണ് പോകുന്നത്. ബസ്സിൻ്റെ അകത്ത് നമുക്ക് സീറ്റിൻ്റെ സൈഡിൽ വെക്കാം. അങ്ങനെ വെച്ച് ഇവിടെ കൊണ്ടുപോയി ഇവിടെ വരുമ്പോൾ തന്നെ അഴിച്ചിടും. 7 ദിവസം അങ്ങനെ അഴിച്ചിട്ട് വെയിൽ കൊള്ളിക്കണം. ഇതാ സംഭവം. ഇങ്ങനെ ഇരിക്കുന്ന ഓല. അപ്പൊ ഇവിടെ നിന്ന് അഴിക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഇത് വിളർന്നു പോരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഓല നമ്മൾ 7 ദിവസം വെയിൽ കൊള്ളിക്കും. എന്നിട്ട് വൈകുന്നേരം എടുത്ത് വെക്കും. മഴ നനച്ചാൽ ഈ ഓല പോകും. പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ കെട്ടിയിട്ടിട്ട് 7 ദിവസം വെയിൽ കൊള്ളിക്കും. അപ്പൊ ഈ നോട്ട് കെട്ടുന്നതോ? അത് നോട്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് കെട്ടുന്നത് ഞങ്ങൾ പിള്ളേർക്ക് കൊടുക്കാൻ നേരത്താണ് കെട്ടുന്നത്. അതെ, അതായത് ഇവിടെ ഒരു പുതിയ കുട്ടി വന്ന കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഈ നോട്ട് കെട്ടാ. ഇപ്പൊ ടീച്ചറിന്റെ അടുത്ത് ഇരിപ്പുണ്ടോ സാധനം? ഓല ഇത് പൂട്ടാത്ത ഓലയില്ല, പൂട്ടിയ ഓലയുള്ളൂ. പൂട്ടാത്ത പോലെ ഇല്ല. പൂട്ടി, അതായത് ഇതുപോലെ പൂട്ടുന്നത്. അത് പ്രത്യേക സ്റ്റൈലിലാണ് പൂട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ് പൂട്ടിയത് പിന്നെ കഴിക്കാനും പറ്റില്ല. കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഒന്ന് തിരിച്ച് കാണിക്കാം. തിരിച്ച് കാണിക്കാം. ആ ഓലൻ്റെ വെച്ച് നമ്മൾ പിച്ചാത്തിക്ക് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് വാർന്നെടുത്തിട്ട് അതിന് നടുക്കത്തെ ഒരു ഈർക്കിലുണ്ട്, അതിന്റെ ഇവിടെ വെച്ചതും കളഞ്ഞ വെച്ചാൽ ഓല ഇങ്ങനെ നമ്മൾ പൂട്ടും. കണ്ടോ? ഈ മറ്റേ ടീച്ചർ പറഞ്ഞാൽ ഈ താളിയോലയ്ക്ക് ഇങ്ങനെ തന്നെയാണോ പൂട്ടുന്നത്? താളിയോലയ്ക്കും ഇങ്ങനെ പൂട്ടുന്നവരുണ്ട്. പിന്നെ അല്ലാതെ ഉള്ളതുകൊണ്ട് ചിലർ പൂട്ടിയല്ല. അത് ഇവർക്ക് ചിന്തമര എന്ന് പറയുന്ന സമയത്ത് ഇതുണ്ട്, ഇങ്ങനെ ഒരു തുമ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത തുമ്പെടുത്ത് ഇവിടെ പൂട്ടും. ഓല ഒടിക്കലേ എൻ്റെ അമ്മേ, തൊടലേ അതവിടെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് വേറെ തരാം. കണ്ടോ? ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് ഒപ്പം വരും. ഇതിങ്ങനെ ഒപ്പം വന്നു കഴിയുമ്പോൾ ആ ഓല എന്നിട്ടത് അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റും. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ച് നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ കണ്ടിച്ചു കളയും. അത്രയാണ് പരിപാടി. അപ്പൊ ടീച്ചറെ എനിക്ക് വേണ്ടിട്ട് ഈ ഓലയിലൊന്ന് എഴുതി കാണിക്കും. ഇതെങ്ങനെ പിള്ളേരെ കൈ പിടിച്ചാണ് എഴുതിക്കുന്നത്? അല്ല, നാരായം കൊണ്ട് ഞാൻ എഴുതി കൊടുക്കും. അപ്പൊ നമ്മൾ ബുക്കിൽ സ്കൂളിൽ പോയിട്ട് നോട്ട്ബുക്കിൽ എഴുതൂലേ, അതുപോലെ ഇവർക്ക് ഇത് നോക്കി വീട്ടിൽ പോയി എഴുതി പഠിക്കാനാണ് ഈ ഓല കൊടുത്തു. ഇത് നോട്ട്ബുക്ക് പോലത്തെ ഒരു സംവിധാനമാണ്. അതായത് ഇത് ഇങ്ങനെ എന്നിട്ട് പിള്ളേർക്ക് കൊടുത്തുവിടും. അപ്പൊ ഓരോ ദിവസം ഓരോന്നാണ് എഴുതി കൊടുത്തു വിടുന്നത്. അത് പഠിക്കുന്നതിനനുസരിച്ച്. അപ്പൊ ഇത് മുന്നേ പഠിച്ച പിള്ളേരുടെയാണ്, അവർക്ക് വീട്ടിൽ കൊടുത്തു വിടുക ചെയ്യുന്നത്. വീട്ടിൽ കൊടുത്തു വിടും. അപ്പൊ ഇത് ടീച്ചറാണ് ഓരോരുത്തർക്കും എഴുതി കൊടുക്കുന്നത്. എന്നാന്നേ ഇങ്ങോട്ട് വാമ്പാടി, നമുക്ക് ഇപ്പൊ പോവാം. അപ്പൊ ടീച്ചറെ ഇതിങ്ങനെ ഓരോരുത്തർക്കും വീട്ടിൽ എഴുതി കൊടുത്തിട്ട് ലാസ്റ്റ് അവരുടെ തിരിച്ചു മേടിക്കുമോ? ഇല്ല, അവർക്ക് കൊടുത്തു വിടും. ഇതിപ്പോ ഞാൻ ഓല കുറവായിട്ട് ഇവിടെ വീട്ടിൽ കൊടുത്തുവിടും, കൊടുത്തു കളയും ഇവര്. അതുകൊണ്ട് കൊടുത്തുവിടാൻ ഇവരെ സൂക്ഷിക്കണം. ടീച്ചർ എടുത്തിട്ട് ആ നാരായം കൊണ്ട് അവിടെ വെച്ച് എഴുതി കാണിക്കണം. ആദ്യം എഴുതുന്നത് ഇത് ഈ നാരായത്തില് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാണുന്നുണ്ടോ? സൂമിങ്ങണോ? ഹരിശ്രീ ഗണപതായ നമ എന്നാണ് ആദ്യം എഴുതി വെച്ചേക്കുന്നത്. ടീച്ചർ അവിടെ എഴുതുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്താ ടീച്ചറെ? ഗുരുവേ ശരണം.
പിന്നെ ഒരു കുട്ടിയുടെ പേരായിരിക്കും. കുട്ടിയുടെ പേരാണോ? ആ ഹാ ഹോ ആ, ആരാണോ ഏത് ഉള്ളത് കുട്ടിയാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടി പേരും പിന്നെ ജോയിൻ ചെയ്ത ആ ഡേറ്റ്. ഡേറ്റ്. ക്ലാസ്സിലെ നോട്ട്ബുക്ക് പോലെ തന്നെയാണ്. ഹരിശ്രീ അതിനുശേഷം ഗണപതായ എന്ന് എഴുതും, പിന്നെ ഗുരുവേ ശരണം എന്ന് എഴുതും. ഈ ഗുരുവേ ശരണം എന്ന് എഴുതുന്നതിന്റെ അർത്ഥം എന്താ ടീച്ചറെ? അങ്ങനെ ഗുരുനാഥൻ ഓ അതായത് ഗുരുവിനെ നമ്മളെ നമിക്കണം. ആ നമിക്കണം. ഗുരുവിനെ ഗുരു എവിടെ പോയാലും നമുക്ക് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ഏത് കാര്യത്തിലും നമ്മളെ കാര്യങ്ങൾ പുറകോട്ട് വരില്ല. ഓക്കെ. അപ്പോൾ ടീച്ചറെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് എഴുതി കാണിക്കണം. ഈ നാരായം പിടിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ടല്ലേ? ഈ നാരായം ഈ കൈയുടെ ഇവിടെയും ഈ കൈയുടെ ഇവിടെയും കിടന്നാണ് കറങ്ങുന്നത്. അതാണ് പരിപാടി. ഈ 2 വിരലിലാണ്. ഓ അതായത് ഇത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത്. ഇതൊരു സപ്പോർട്ട് പോലെയാണ്. ഇതുകൊണ്ട് നമ്മൾ എഴുതും. നമ്മുടെ സപ്പോർട്ട്. മക്കൾ അവിടെ ഇരുന്ന് എല്ലാരും ഇരുന്ന്. ഹരിശ്രീ അവിടെ ഇരുന്നു. ടീച്ചറമ്മ എഴുതുവാ. അപ്പൊ ഈ കൈ ഒപ്പം തന്നെ ചലിക്കണം അല്ലേ? ഇനി ഒരു കുട്ടിയുടെ പേരാണ് ആ പേര് എഴുതും. അതെല്ലാം നമ്മൾ ഡേറ്റ് എഴുതും. അത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഇതൊക്കെ KSS എഴുതും. അത് എൻ്റെ പേരിന്റെ ഷോർട്ട് ഫോം ആണ്. ഓഹോ ആരാന്നുള്ളതിന്റെ അല്ലേ? സൈനാണ്. എഴുത്താലും മതി. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ടീച്ചർ എഴുതിയ പോലെയാണ് ഇതില് മുഴുവൻ എഴുതിയേക്കുന്നത്. ഇത് നീ കറപ്പിക്കണം. ആ കറപ്പിക്കുന്ന ഇല പറിക്കാൻ ടീച്ചർ പോവാ. ടീച്ചർ ഇവിടെ വളർത്തുന്നുണ്ട് അത്. അല്പിക്കുന്ന ഇല പറിക്കാം നമുക്ക്. ഇന്നതൊന്നും ഇല്ല. ഇതിന്റെ പറിക്കാം മതി. ടീച്ചറെ ഞാൻ ഈ ചെടി കണ്ടിട്ടുണ്ട്. ഇതിലൊരു വയലറ്റ് പോകുന്നത് ഈ കളർ ആണ് ഉണ്ടാവുന്നത്. ഇതല്ലെങ്കിൽ പിന്നെ എന്നാ ഉപയോഗിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് വെച്ചാല് അത് വെച്ച് അതല്ലെങ്കിൽ അപ്പൂപ്പന്താടിയില്ലേ? അപ്പൂപ്പന്താടിയുടെ ഇല എടുക്കും. എടുക്കും. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? ഇതൊരു ലേശം കരിയാണ്. എന്താ വെച്ചാൽ ഇതിന് കറയില്ല. കമ്മ്യൂണിസ്റ്റ് വെച്ചാണെങ്കിൽ ഇല മാത്രം തൂത്താൽ മതി. അപ്പൊ അതിനൊരു കറയുണ്ട്. ആ കറ വരുമ്പോൾ നമ്മൾ അച്ചടി പോലെ വരും. ഇപ്പൊ ഇത് തന്നെ ഇട്ട് തൂത്താ ആ ഒരു കളർ വരില്ല. കളർ വരില്ല. എനിക്ക് അക്ഷരം അതുകൊണ്ടാണ് ലേശം കരി അങ്ങ് തൂത്തിട്ട് നമ്മൾ അങ്ങ് ചെയ്യുവാണെങ്കിൽ തെളിഞ്ഞിരിക്കും. അക്ഷരം നമ്മുടെ അച്ചടി പോലെ പുസ്തകത്തിലെ പോലെ തന്നെ വരും. ഉണ്ടോ? അപ്പം നമ്മൾ എഴുതുമ്പോ വെറുതെ അല്ലേ ഇത് കണ്ടതാ. ടീച്ചർ അത് വാക്യം കൂടെ ഇവിടെ കുറച്ച് വരാനുണ്ടോ? ഇത്രേ ഉള്ളൂ അല്ലേ? ഇതാണ് ഇപ്പൊ ടീച്ചർ എഴുതിയത്. ഇതാണ് ആശാൻ കളരിയിലെ അല്ലെ? അതെ. ആശാൻ കളരി എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഇതുകൾ ചെയ്യുന്നതാണ്. ആദ്യം നമ്മള് ഇല വെട്ടുന്ന പോലെ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. അതിനുശേഷം നാരായം ഉപയോഗിച്ച് എഴുതുമ്പോ ആ നാരായം നമ്മുടെ ഈ വിരൽ ഇതിലേ കൂടി ഇട്ടിട്ട് എനിക്കങ്ങനെ പിടിക്കാൻ പറ്റുമോ ടീച്ചറെ? ടീച്ചറിന്റെ ഇതാണ്. ഇത് പിടിക്കുമ്പോ തന്നെ നല്ല വെയിറ്റ് ഉള്ളതാണ്. ഇത് വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വേണം. നമ്മൾ കൈ തെന്നിച്ച് കൊടുത്ത് വേണം അല്ലേ? കൈ തെന്നിച്ച് കൊടുത്തത് നല്ല എക്സ്പീരിയൻസ് വേണം. ഞാൻ എഴുതിയ ചിലപ്പോൾ ഈ ഓല പൊട്ടിപ്പോവും. പിന്നെ ടീച്ചറെ അപ്പം ഇവിടെ ഇതാണ് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അക്ഷരം കുഞ്ഞുങ്ങളെല്ലാരും തന്നെ ഇത് ഇങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് പഠിക്കുന്നുണ്ട് അല്ലേ? പഠിക്കും. പിള്ളേരെ കൈ പിടിച്ചാണ് എഴുതിക്കുന്നത്. ശരിക്കും ഒന്ന് ആശാൻ കളരി ഇപ്പൊ ടീച്ചർ പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് പോയല്ലേ? അതെന്തായിരിക്കും ടീച്ചർ നിന്ന് പോകാനുള്ള കാരണം? പഴയ കാലത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അംഗൻവാടിയോ ബാലവാടികളോ ഒന്നും ഇല്ലായിരുന്നു. പ്ലേ സ്കൂളുകളില്ല, അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല. അന്ന് എല്ലാവരും കുഞ്ഞുങ്ങളെ 3 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ടുപോയി ഗുരുനാഥന്മാരെ ഏൽപ്പിക്കുമായിരുന്നേ ഗുരുകുലത്തില്. അങ്ങനെ കൊണ്ടുപോയി ഏൽപ്പിച്ചാൽ ചില പിള്ളേർ അവിടെ ഗുരുനാഥന്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരുണ്ട്. നമ്മൾ ഹോസ്റ്റലിൽ നിർത്തുന്ന പോലെ. എൻ്റെ വീട്ടില് എൻ്റെ അച്ഛന് ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 പ്ലസ് 8 9 പഠിക്കുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ പിള്ളേരൊന്ന് പഠിക്കുമായിരുന്നു. 4 പിള്ളേർ 5 പിള്ളേരെ സ്ഥിരം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസം അവരൊന്ന് കൂട്ടിക്കൊണ്ട് പോകും. തിങ്കളാഴ്ച രാവിലെ കൊണ്ടുവന്ന് വിടും. അപ്പോൾ അവർ ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു ചിരിയും കളിയും കിടപ്പും പഠിത്തവും എല്ലാം. അങ്ങനെ കൊണ്ടുവന്നു. ആ പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ 6 ഓലയ്ക്ക് അക്ഷരം തീരും. ചിന്തമര കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവര് കൂട്ടി വായിക്കാൻ. ചിന്തമര അല്ല കണക്ക് കൊടുത്ത് ഈ 6 ഓലയില് സർവ്വ അക്ഷരവും തീരും. 51 അക്ഷരവും അതിന്റെ പെരുക്കങ്ങളും പഠിച്ച് ഇതുപോലത്തെ 6 ഓലയിൽ തീരും. അക്ഷരങ്ങളും പെരുക്കങ്ങളും അത് തന്നെ. അതുപോലെ ഇച്ഛ വരെയുണ്ട്. അതിനുശേഷം റായും പഠിപ്പിക്കും. റായുടെ ഇതുണ്ടോ? ഇച്ഛ ഡാര്യം പെരുക്കം തീർന്നു കഴിയുമ്പോൾ 4 ഓലയ്ക്ക് ഇച്ഛ വരെയുള്ള പെരുക്കം തീരും. പിന്നെ പോലെ റായും അതും പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് കീയ ലിപികൾ ചേർത്തുള്ളത്. കീയ ഇത് കെറ. പ്ലസ് റാ സമം കെറ. പിന്നെ കെല. ഇത് കെലയാണ്. പ്ലസ് ലാ സമം കെല. ക്ലാസ്, ഗ്ലാസ്, ബ്ലൗസ്, പ്ലാവ് എന്നൊക്കെ എഴുതെങ്കിൽ വരുന്ന ചിഹ്നമാണ്. ടീച്ചർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ക്ലാസ് കെല ഇഖല ഗല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉച്ചാരണ ശേഷിയില്ല. അതുകൊണ്ടാണ് ഇതിന് കെല എന്നാണ് ഞങ്ങൾ പണ്ട് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം കെല, ഇഖല, ഗല, ഇഖല, ഞെല, ചെല, ഇച്ഛല, ജല, ഇജ്ജല, ഞെല,
തെല ഇഠല ഡല ഇഡല നെല തെല ഇത്തല ദല ഇദ്ധല നെല പെല ഇഫല ബല ഇഫല മെല യല രല ലല വെല ശല ശല സെല ഹെല. ളായും ഇക്ഷായും ഇല്ല. ബാക്കി അക്ഷരങ്ങൾ ഇതിനകത്തുള്ളൂ. അത് കഴിഞ്ഞാണ് കൂവായാണ്. പക്വം, തൊക്ക്, കണ്ണു എന്നുള്ളത്. അതൊക്കെ പ്ലസ് വാ സമം കൂവ. വായുടെ തലയില്ല, വാല് മാത്രം. അതാണത്. തൊക്ക്, പക്വം, കണ്ണുവൻ അങ്ങനെ വരുന്ന വാക്കുകൾ എഴുതുമ്പോൾ വരുന്ന ചിഹ്നങ്ങളാണ്. തത്വമസി, തത്വം, അങ്ങനെയല്ല. അത് ഉച്ചാരണം തെറ്റാ. കൂവ, 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 ഇഖുവ, ഗൂവ, ഇഖുവ, മൂവ, ചുവ, ഇച്ചുവ, ജുവ, ഇജുവ, ഞുവ, ടുവ, ഇട്ടുവ, ഡുവ, ഇഡുവ, നുവ. ടീച്ചർ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഫോണ് ഇന്റർനെറ്റ് ഒക്കെ ഉള്ളപ്പോ നമ്മൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ കുട്ടികളത് പ്രൊനൗൺസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ തന്നെയും എനിക്കത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇപ്പോഴത്തെ B.Ed പഠിച്ചിട്ട് വന്ന ടീച്ചേഴ്സിന് പോലും സംശയം. പറഞ്ഞു കൊടുത്താൽ ഇതിങ്ങനെ ഒരു അക്ഷരം ഉണ്ടോന്ന് ചോദിക്കും. ഹയർ സെക്കൻഡറി പഠിച്ച ടീച്ചർമാർ പോലും ചോദിച്ചൊരു ചോദ്യമാണത്. പക്ഷെ ഇതുണ്ട്. പക്ഷെ അവർ പറയും എഴുതുമ്പോൾ ഞങ്ങളിത് എഴുതും, പക്ഷെ ഉച്ചാരണം അവർക്കറിയില്ല. ഉച്ചാരണ ശേഷി അറിയില്ല. തൊക്കെന്നുള്ളിടത്ത് അല്ല, തൂവ വരും. അതെ, തൂവയാണ്. അപ്പൊ നമുക്ക് തൊക്കെന്നല്ലേ പറയേണ്ടത്? അല്ല, ഒരു പെൻസിലിംഗ് എന്നാടാ കിട്ടിയ. ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് മിക്കവാറും അക്ഷരം മുഴുവൻ പഠിക്കുമെന്ന് തോന്നുന്നു. ഇപ്പൊ തൊക്കെന്ന് എഴുതെങ്കിൽ ഇതാണ്. ഇച്ചിരി വലുപ്പത്തിൽ എഴുതിയേക്കാം. ഇതാ, ഇത് തൂവ. തൊക്കെന്ന് എഴുതെങ്കിൽ ഇതാണ് അക്ഷരം തൊക്ക്. ഇപ്പൊ മാഡം പറഞ്ഞ പോലെയാണെങ്കിൽ തൊക്കെന്ന് മാഡം പറഞ്ഞ അക്ഷരം ഇതാണ് തോ. ഉച്ചാരണത്തിനും എഴുത്തിനും വ്യത്യാസം വന്നു. പക്ഷെ നമ്മൾ ഇതാണ് കറക്റ്റ് ആൻസർ ഇതാണ്. അപ്പൊ അതെങ്ങനെ ഉച്ചരിക്കുന്ന എങ്ങനെ? ഇത് തൊക്ക്, തൂവ, തൊക്ക്, തൊക്ക്, തൊക്ക്. ഇത് തൊക്ക്, ഇത് തൊക്ക്. ഓയുടെ ഉച്ചാരണം വരും. ഇതിന് വായുടെ ഉച്ചാരണം. തൊക്ക്, തൊക്ക്, തൊക്ക്. കണ്ണുവൻ കാ എഴുതണ്ടേ? ഇത് ടീച്ചറിന് തലതിരിച്ചൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ണുവൻ, മഹർഷി, കണ്ണുവൻ. തത്വം, കണ്ണുവൻ. തത്വം എന്നാണെങ്കിൽ താ എഴുതിയിട്ട് തൂവ, ഇത്ത. തത്വമസി, തത്വം എന്നുകൊണ്ട് ഇവിടെ ഒരു പൂജ്യം കൂടെ വരും. അപ്പൊ അതിങ്ങനെ വരും. പക്ഷെ അല്ലാതെ എന്നെ അക്ഷരം പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പല വാക്കുകളും പറയാൻ എനിക്ക് ഭായും വരില്ല. ബലൂണിന്റെ ഭക്ഷണം, ഭക്ഷണത്തിന്റെ അങ്ങനെ പറയുമ്പോ വരത്തില്ല. അത് വരണം. ബായേ വരുള്ളൂ. ഭക്ഷണത്തിനാണെങ്കിൽ ഇങ്ങനെ വരും. ഭാര്യ, ഇതാണ്. ചിലര് ഭാര്യനെ പറയുള്ളൂ. അതന്നെ കോട്ടയംകാർ പറയും. ഇത് തെറ്റാണ്. ഇതാണ് ശരി. ഭാര്യയാണ് ഭാര്യ. മോനെ നിങ്ങൾ താഴെ ഇറങ്ങിയിരുന്ന മക്കളെ. ഇതെന്നെ കുട്ട കാണിച്ചിട്ടേക്കണേ. ഇറങ്ങിക്കും കൂടെ. ശരി. ഈ നാട്ടിലെ കുട്ടികളൊക്കെ തന്നെയാണ് ഇപ്പൊ പഠിക്കാൻ വരുന്നത്? അതെ. എങ്ങനെയുണ്ട് ഇവിടെ ഉള്ളവർക്ക് ടീച്ചറിന്റെ വിശ്വാസമാണോ? അതിപ്പോ പോയവരോടൊക്കെ ചോദിക്കുന്നത്. അവര് അടിമാലി ടൗണിൽ നിന്ന് വന്നവരല്ല. അവര് ആണല്ലേ? അടിമാലി ടൗണിൽ നിന്ന് വന്ന ഇപ്പൊ 2 പിള്ളേരെ കൊണ്ട് പോയില്ലേ അവരല്ലേ? മക്കളെ അനങ്ങാതിരുന്നേ. അപ്പം ഏതായാലും ടീച്ചർ പറഞ്ഞ പോലെ പുതിയ ഒരു എന്താ പറയാ, പുതിയ കാലത്ത് നമുക്ക് അക്ഷരങ്ങൾ പഠിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോൺ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ എഴുത്തുകളരി ഞാൻ കണ്ടിട്ടില്ല. ആശാൻ കളരി അല്ലെങ്കിൽ എഴുത്തുകളരി. ഈ സാൻഡ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ മണ്ണ് പിള്ളേര് മണ്ണിലെടുത്ത് പഠിപ്പിക്കുന്നത്. ഇത് എഴുതിച്ചു കഴിഞ്ഞിട്ട് അവര് മാറി ഇവര് വഴക്കുണ്ടാകാതിരിക്കാൻ സ്ലൈറ്റ് കൊണ്ടുവരാൻ. സ്ലൈറ്റിൽ ഇവരെന്തെങ്കിലും പടമൊക്കെ വരച്ച് കുത്തി വരച്ച് ആയൊക്കെ പഠിക്കും. അപ്പൊ ഇത് ആയൊക്കെ പഠിച്ചു വരുമ്പോഴത്തേനും പഠിക്കുമ്പോഴത്തേനും ബാക്കി അക്ഷരങ്ങൾ അവർ പഠിച്ചിരിക്കും. വരെ. അപ്പൊ നമ്മളിവിടെ ആ വരെയല്ലേ എഴുതി കൊടുത്തത്. അതില് പഠിക്കാൻ താമസമാണ്. ഈ എത്ര അക്ഷരം കൂടിയതാ ടീച്ചർ? ടഫ് ക്വസ്റ്റ്യൻ. എത്ര അക്ഷരം കൂടിയതാ അറിയില്ല. എന്ന അക്ഷരം 3 അക്ഷരം കൂടിയതാണ്. നാളെ 4 എണ്ണം കൂടിയതാണ്. അതേതൊക്കെയാണ്? ആയുടെ ഉച്ചാരണം ഇതവന്. ഇത് റായെന്ന് ഇവിടുന്ന് നേരെ ഇവിടെ വന്നു. റായെന്ന് ഇവിടെ രാ വരും. അങ്ങനെ ഈ അക്ഷരം പഠിക്കാൻ ഏറ്റവും വലിയ പാട്. ഇത് പഠിച്ചാൽ പിന്നെ വേഗം പിള്ളേർ പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ വേഗം പിള്ളേർ പഠിക്കും. അപ്പൊ ആയുടെ എത്ര അക്ഷരം? ആയുടെ കൂടെ വരുമ്പോ തായും കൂടെ വരും.
ആ രായെ കൂട്ടി തായും കൂടെ വരും. അയ്യോ എനിക്കിവിടെ ഈ മക്കൾ ഒച്ച ഉണ്ടാക്കുവാറ്. ഈ സ്റ്റോറി ചെയ്യാൻ വന്നപ്പോ ശരിക്കും എനിക്കറിയില്ലായിരുന്നു ആ എന്ന അക്ഷരം. ഇപ്പൊ ടീച്ചർ പറയുമ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ എഴുതി കാണിക്കാം. നമ്മൾ ഈ കാണിക്കുന്ന ആ എന്ന അക്ഷരം ദായാണ്. ആ ദായ്ക്കകത്ത് റായുണ്ട്, ആ റായിന്ന് രായുണ്ട്. അതായത് 3 അക്ഷരം ദ റാ രാ. അടുത്ത തായ. ഇനി ഇത് ആ എന്നും കൂടെ ആണെങ്കിൽ ഇവിടെ ഇപ്പൊ തായുടെ കുനിപ്പുണ്ട്, തായുടെ ഇങ്ങോട്ടും കൂടെ ചേർന്നാ മതി. ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോ ഇത് തായാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ആയി 4 അക്ഷരം ചേരുന്നതാണ്. എന്റെ ടീച്ചർ ഇപ്പൊ തന്നെ എന്റെ ഗുരുവായി. ശരിക്കും എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞ പോലെ നമ്മളൊക്കെ അക്ഷരം പഠിച്ചു എന്നേ ഉള്ളു. അത് എങ്ങനെ ഉണ്ടായി ഏതുണ്ടായി എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഏതായാലും പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. അപ്പൊ മിസ് എന്താ പറയാ നിലത്തെഴുത്ത് അതുപോലും പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാലം. നിലത്തെഴുത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലത്ത് നിന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ആയുടെ മാത്രമല്ല ഈ താളിയോലകൾ പോലും നമ്മൾ പുരാണങ്ങൾ പണ്ട് സീരിയലിലും സിനിമകളിലും ഒക്കെ ഈ സാധനം കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ പിടിച്ചിട്ട് അവര് ഋഷിവര്യന്മാര് എഴുതുന്നതായിട്ട് നമ്മൾ സീരിയലിലൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ, കാണാൻ സാധിച്ചു. എന്റെ ജനറേഷനിലുള്ളവരും പുതിയ ജനറേഷനിലുള്ളവർക്കും കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കണ്ടോ. ഇതാണ് നാരായം കൊണ്ട് എഴുതുന്ന എഴുത്തോല, അല്ലെങ്കിൽ എന്താ ടീച്ചർ ഇതിന്റെ പേര് വരുന്നേ? എഴുത്തോല അല്ലാണ്ട് ടീച്ചർ താളിയോല. ടീച്ചർ പറഞ്ഞൊരു പേരാണ് താളിയോല. അപ്പൊ ടീച്ചറെ വളരെയധികം സന്തോഷം. ടീച്ചറിന് ഇവിടെ എത്ര പിള്ളേരുണ്ട്? ഇവിടെ ഇപ്പൊ എനിക്ക് 17 പേരുണ്ട്. 17 പേര്. എന്താണേലും ടീച്ചറിന്റെ പിള്ളേര്, കുഞ്ഞു പിള്ളേര്, അവർ മിടുക്കരാണ്. മണൽ എന്തിനാന്നോട് ചോദിച്ചില്ലേ, അത് എഴുതിക്കുന്ന കാണണ്ടേ ഇവരെ? വാ കുട്ടി വാ. ആ കൊച്ചിനും കൂടി മണൽ എഴുതി തരാം. ഞാൻ ഈ വാവേനെ ഒന്ന് എഴുതിക്കട്ടെ. വാവ തന്നെ എഴുതാറായാലും പുതിയ കുട്ടിയാണ്, 2 ദിവസമായിട്ട് വന്നിട്ട്. വാവക്കുട്ടി നമുക്കൊന്ന് എഴുതാം. ഇനി നമുക്കാണ് എഴുതാം. ഉണ്ടോ? ഇവിടെ നോക്ക്, ഇവിടെ വന്നിട്ട് ഇവിടെ നിർത്തി നേരെ വന്നിട്ട് ഷെഡിൽ കൂടെ കയറ്റി കുളിക്കാൻ പോയി വണ്ടി ഉണ്ടാ. പണ്ട് കാലത്ത് നമ്മളിങ്ങനെ അക്ഷരങ്ങൾ പഠിപ്പിക്കും. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ നമുക്ക് ന്യൂ ജനറേഷൻ പറഞ്ഞ കുട്ടികളെ നമുക്ക് വഴക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നിലത്തെഴുത്ത് കളരി വന്നാലും എല്ലാവരും പറയും ഇവിടെ ഒരു ഭയങ്കര പിള്ളേരെ കൈ കൊണ്ട് എഴുതും, കൈ വല്ല തേഞ്ഞ് പോകും, അതായതാന്നൊക്കെ പറയുന്നവരുണ്ട്. അതായത് അംഗൻവാടി പോലെയുള്ള രീതികൾ പോയിരുന്നേ അങ്ങനെയൊക്കെ ഉള്ളത് പറയും. പക്ഷേ ഇവിടെ വന്ന് പിള്ളേർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മണലിൽ എഴുതുമ്പോഴും നമ്മുടെ ബ്ലഡും കൂടെ കൊടുക്കണം. മെമ്മറിയിലൊരു ഇത് വരും, നമ്മുടെ ശ്രദ്ധയത്തിലത് തലച്ചോറിൽ ഉറക്കും, അത് പിന്നെ മറക്കില്ല. അതാണ് നിലത്തെഴുത്ത് കളരി പഠിക്കണമെന്ന് പറയുന്നത്. നിലത്തെഴുതിയാല് നമ്മളുടെ ഈ കൈ കൊണ്ട് അത് എഴുതും പറയാം, നമുക്കൊരു സ്മൂത്ത് ആകും. ഈ അക്ഷരങ്ങൾ ബ്രെയിനിലേക്ക് എത്തും, അത് പിന്നെ മറക്കില്ല. അതുപോലെ തന്നെ പഴയ രീതിയിലാണെന്ന് പറയും, പിള്ളേരെ വഴക്ക് പറയും. പഴയ കാലത്ത് ആശാന്മാര് വഴക്ക് പറയും പിള്ളേരെ, കുട്ടികളെ തല്ലും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിച്ച് പറിക്കുന്നൊക്കെയാണ് പറയണത്. പക്ഷെ എന്നുള്ള രീതി അതില്ല. ഒരു ശിക്ഷ നടപടികളില്ല. പഠിക്കാത്തതിന് ആരെയും പിള്ളേരെ ഞാൻ വഴക്ക് പറയില്ല. പക്ഷെ കുരുത്തക്കേട് പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ട് പോരൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാം ഒരു പ്രായമുള്ള പിള്ളേരാണ്. അപ്പം 2-3 പ്രാവശ്യം നമ്മൾ ശാസിക്കും. അതിനുശേഷം ഇവരോട് ഞാൻ പറയും അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ട് ഒരു വഴക്കുണ്ടാക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു കുഞ്ഞു കുട്ടൊക്കെ. ഇതാണ് എൻ്റെ ഇവിടുത്തെ പടി. ഇതിലാണ് എൻ്റെ ഈ മക്കളെല്ലാം നിൽക്കുന്നത്. ഇപ്പൊ 17 പിള്ളേരുണ്ട്. മറ്റേ വെക്കേഷനൊക്കെ കഴിഞ്ഞ് 10-9 പിള്ളേരുണ്ട്. ഞാൻ അവിടെ നാട്ടിൽ പഠിപ്പിച്ചപ്പോൾ 111 പിള്ളേരുണ്ടായിരുന്നു എൻ്റെ കല്യാണ സമയത്ത്. അതിലെ ഒരു 90-95 പിള്ളേർ എന്തായാലും വരും. എല്ലാ കുട്ടികളും എല്ലാ ദിവസവും വരില്ലല്ലോ. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അതെ, എൻ്റെ അച്ഛനും അതെ, എൻ്റെ ചേച്ചി അനിയത്തി, ഞങ്ങൾ 3 പേര് ഞങ്ങൾ പഠിപ്പിക്കും. ഞങ്ങൾ 3 മക്കൾ ഇതുപോലെ ഓലയിൽ എഴുതി കൊടുത്താൽ പഠിപ്പിക്കുന്ന കുട്ടികളെ. ഇപ്പം നിലത്തെഴുത്ത് എന്ന് പറഞ്ഞാൽ ഓലയിൽ എഴുതി കൂടെ എല്ലാവർക്കും അറിയില്ല. ഇടുക്കിയിലെ ഞങ്ങൾ മാത്രം 3 പേരേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങൾക്ക് സംഘടനയുണ്ട്. ആ സംഘടനയുള്ള ആർക്കും ഇതിൽ ഓലയിൽ എഴുതാൻ അറിയില്ല അല്ലേ. അവരൊക്കെ ഇങ്ങനെ ബുക്കിലൊക്കെ എഴുതി കൊടുത്താൽ പിള്ളേരെ പഠിപ്പിക്കും. ഞങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കും, ഇത് നോക്കി ഒരു മണലിൽ എഴുതും. അത് പഠിച്ചു കഴിയുമ്പോൾ ഇവർ കൂട്ടി വായിക്കാറാകും. പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേനും കണക്ക് 1, 2, 199 പുറകോട്ട് എണ്ണാൻ പഠിക്കും, മുന്നോട്ടും പഠിക്കും. പിന്നെ 2, 4 ഒറ്റ സംഖ്യ. ടീച്ചർ വേറൊരു പേര് പറഞ്ഞല്ലോ, ചിന്തമര. ഞാനതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ വിദ്യാഭ്യാസ രീതി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയായിട്ട് കുട്ടികളെ നമ്മൾ ശാസിക്കുവാണെങ്കിൽ അവർ വേഗം പഠിക്കും, ഇല്ല പഠിക്കില്ല. എൻ്റെ അച്ഛൻ്റെ പേര് KR ശങ്കരൻ, കോട്ടയ്ക്കകത്ത് വീട്, തുടങ്ങനാട് മുത്തം. അങ്ങനെയായിരുന്നു. പിന്നെ അമ്മയുടെ പേര് കല്യാണി. എൻ്റെ സഹോദരി മൂത്ത ചേച്ചിയാണ് വിലാസിനി നാരായണൻ. വിലാസിനി KS ആണ്, ഇപ്പം നാരായണനായത്. എൻ്റെ പേര് ശിവമണി സജീവ്. എൻ്റെ അനിയത്തിൻ്റെ പേര് അമ്പിളി സുരേഷ്. ഞങ്ങൾ 3 മക്കളും പഠിപ്പിക്കും. എൻ്റെ ചേച്ചി അനിയത്തി മുട്ടത്ത്
ഒരാളെ വീട്ടിൽ തന്നെ ഇതുപോലെ തറവാട്ടിൽ അനിയത്തി ചേച്ചി മുട്ടത്തിൽ പോയി ഒരു മാസം ആകുന്നുള്ളൂ മുട്ടത്തിൽ പോയി റൂം എടുത്തിട്ട് അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. അല്ലെ ഞങ്ങൾ കൊറോണ ആയപ്പോൾ ഞങ്ങളെല്ലാവരും വീടുകളിലായിരുന്നു. അതുകൊണ്ട് എന്താ പറഞ്ഞാൽ പഴയ രീതി തന്നെ നമുക്ക് നല്ലത്. കുട്ടികൾ പഠിക്കാനും അവർക്ക് മനസ്സിലാക്കാനും അവരുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കാനും ഉള്ള ഇടവരും. ഇപ്പോഴെന്ന് പറയും പിള്ളേർക്ക് ഒന്നേ ഫോണൊക്കെ കൊടുത്താൽ പിള്ളേർ അത് നോക്കി ഇന്നും പഠിക്കും. പഠിച്ചോ ഇല്ലയോ നോക്കൂല. പിന്നെ അമ്മമാരാണേലും എൻ്റെ കൊച്ചു ഏറ്റവും മുമ്പിൽ പോകണം, ആ കൊച്ചിനൊക്കെ മുമ്പിൽ പോകണം. ഒരു മത്സരമാണ്, കുട്ടികൾക്കല്ല മത്സരം, അമ്മമാർക്കാണ് മത്സരം. പക്ഷെ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും. ഇവരുടെ മെമ്മറി ഇപ്പം 3 വയസ്സുള്ള കൊച്ചും 4 വയസ്സുള്ള കൊച്ചും ഒരുപോലെ പഠിച്ചു പോകൂല. അവരുടെ മെമ്മറിക്കും അവരുടെ മാനസികമായ ബുദ്ധിമുട്ട് അവർക്കുണ്ടാകും. പക്ഷെ അത് നമ്മൾ അമ്മമാർ മനസ്സിലാക്കില്ല. സ്കൂളിൽ വിടാൻ നേരത്തെ പിള്ളേരെ കൂട്ടാൻ വേണ്ടി പേരൻസ് വന്നിട്ടുണ്ട്. പേരെങ്ങനെയാ? ബിൻഷ. ബിൻഷ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കണ്ടേക്കുന്ന ഇവിടെ ആയിരിക്കല്ലോ ആദ്യമായിട്ട്. ബിൻഷ പഠിച്ചിട്ടില്ലല്ലോ? ഇല്ല. പിന്നെ ഇങ്ങനെ മോനെ അല്ലെങ്കിൽ ആരാണ്? മോളാണ് ഇവിടെ ഉള്ളത്? മോളാ ഉള്ളത്. മോളെ പിന്നെ എങ്ങനെ ഇങ്ങോട്ടേക്ക് വിടാനുള്ള സാഹചര്യം? എന്റെ മോളെ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ 4 മാസത്തിൽ കൂടുതലായിരുന്നു. അവൾ എഴുതാനൊന്നും അത്ര കംഫർട്ട് ആയിരുന്നില്ല മുമ്പ് പഠിച്ചിരുന്ന സ്ഥലത്ത്. അപ്പോഴാണ് ടീച്ചറിനെ പറ്റി അറിയുന്നത്. ഞങ്ങളിപ്പോ ഒരു 2-3 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഇവളെ ഇവിടെ കൊണ്ടുവിടുന്നത്. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം മണലിൽ എഴുതി പഠിച്ചതിന് ശേഷം അവള് കറക്റ്റ് ആയിട്ട് ലെറ്റേഴ്സ് പഠിച്ചു. വളരെ ഫാസ്റ്റ് ആയിട്ട് ലെറ്റേഴ്സ് പഠിച്ചു. ആ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ കണ്ടു ഷീസ് എ ലെഫ്റ്റ് ഹാൻഡർ അല്ലേ? ഞങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങൾ വന്ന ഫാസ്റ്റ് ആയിട്ട് കക്ഷി എഴുതുന്നുണ്ട്. 2 കൈ കൊണ്ട് എഴുതും അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ? ഇത് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇവിടെ ചേർത്തതില് അവള് ഭയങ്കര കംഫർട്ടബിൾ ആണ് ടീച്ചറുമായിട്ട്. ഞങ്ങള് പിന്നെ അതുപോലെ തന്നെ എനിക്ക് അറിയുന്ന ഒരാളെ കൂടി, ഋതികേനെ ഞാൻ ഒരാളെ കൂടി ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാരോടും പറയാറുണ്ട് കുട്ടികളെ ഇവിടെ ചേർക്കണം എന്നുള്ള കാര്യം. അല്ല, ഞാൻ ഇവിടത്തെ മാത്രല്ല, ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, എഴുത്തും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നമ്മളിത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോ ഒരു ഇതില്ലേ? ഓക്കെ, താങ്ക് യു. ജീവിതത്തിൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് എഴുത്ത് കളരിയൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ഈ മക്കൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. അവർക്ക് ആ എക്സ്പീരിയൻസ് റിയൽ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പൊക്കോട്ടെ. ടാറ്റതാ. അയ്യോ അവനങ്ങ് പോയി വാൻ. ദേ പോണു, വല്ല പട്ടിയും വരും, എനിക്ക് പേടിയാ.